നമുക്കിന്ന് JEE 2026 ഏപ്രിൽ 5 മോർണിംഗ് ഷിഫ്റ്റിന് ചോദിച്ച ഒരു മാത്സിലെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 2 players A and B play a series of games of badminton. The player who win 5 games first wins the series. Assuming that no game ends in a draw, the number of ways in which player A wins the series. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഇത്രയേ ഉള്ളൂ. അതായത് 2 പ്ലെയേഴ്സ് ഉണ്ട്, എയും ബിയും. അവരെന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഒരു ബാഡ്മിൻ്റൻ്റെ സീരീസ് ഓഫ് ഗെയിംസ് കളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഫസ്റ്റ് ആദ്യത്തെ 5 ഗെയിം ജയിക്കുന്നയാൾ എന്ത് ചെയ്യും, ആ സീരീസ് വിന്നാവും. എന്നിട്ട് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഒരു മത്സരം പോലും എന്തല്ല ഡ്രോയിൽ പോകുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ എ എന്ന് പറയുന്ന പ്ലെയർ എത്ര രീതിയിൽ ഈ പറയുന്ന മത്സരം ജയിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന സീരീസ് ജയിക്കാം എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഏത് പോർഷനാണ്. അത് നമുക്കറിയാം, ഇത് +1 കോമ്പിനേഷൻ എന്ന് പറയുന്ന പോർഷൻ അല്ലെ പെർമിറ്റേഷൻ കോമ്പിനേഷൻ എന്ന് പറയുന്ന ഭാഗത്തെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നോക്കി ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ 5 ഗെയിം ഫസ്റ്റ് ജയിക്കുന്ന ആൾ അല്ലെ 5 ഗെയിം വിൻ ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും, സീരീസ് വിൻ ചെയ്യും. അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെ വരാം നോക്കി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ 5 ഗെയിം എ തന്നെ ജയിക്കുക എന്ന് വിചാരിക്കുക. ആദ്യത്തെ 5 ഗെയിം ആര് തന്നെ ജയിക്കുന്നു, എ തന്നെ ജയിക്കുന്നു. ഇതൊരു വേ ആണ്, ശരിയല്ലേ? 5 ഗെയിം ആര് തന്നെ ജയിക്കുന്നു, ആദ്യത്തെ ഫസ്റ്റ് 5 ഗെയിംസും എ തന്നെ ജയിക്കുന്നു. അപ്പം ഇതൊരു വേ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 5-ൽ 5ഉം ജയിക്കാനുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അത് 5C5 എന്ന് എഴുതാം. 5C5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 തന്നെയാണ് ഉത്തരം. ഇനി അടുത്തത് എന്തായിരിക്കും, 4 എണ്ണം ആര് ജയിക്കും, 5 എണ്ണം ഈ പറയുന്ന പോലെ എ ജയിക്കും, അതുപോലെ ഒരെണ്ണം ബി ജയിക്കും. അപ്പോൾ നമുക്കറിയാം മൊത്തം മത്സരം എന്നുള്ളത് ഈ 5 എന്നുള്ളത് എത്രയായിട്ട് മാറും, 6 മത്സരങ്ങളായിട്ട് അല്ലെങ്കിൽ ഗെയിംസിനുള്ള എത്രയായിട്ട് മാറും, 6 എണ്ണമായിട്ട് മാറും. ഇനി നമുക്കറിയാം ലാസ്റ്റ് മത്സരം എപ്പോഴും ആരെ ജയിക്കാൻ പാടുള്ളൂ, എ ജയിക്കാൻ പാടുള്ളൂ. എന്നാലല്ലേ ഈ പറയുന്ന സീരീസ് ജയിക്കാൻ പറ്റുള്ളൂ. ബി ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ പറയുന്ന ഒരു ഗെയിം കളിക്കേണ്ടി വരും. അപ്പം ലാസ്റ്റ് മത്സരം എപ്പോഴും ആരെ ജയിക്കുക, എ ആയിരിക്കും ജയിക്കുക. അപ്പോൾ ഇനി ബാക്കിയുള്ള മത്സരങ്ങൾ നമുക്കറിയാം, ഇതിൽ വേണമെങ്കിൽ ഫസ്റ്റ് ഗെയിം ബി ജയിക്കാം, ബാക്കിയുള്ള 4 ഗെയിംസ് എ ജയിക്കാം. അല്ലെങ്കിൽ സെക്കൻഡ് ഗെയിം ഈ പറയുന്ന ബി ജയിക്കാം, ബാക്കിയുള്ളത് ഈ പറയുന്ന പോലെ എ ജയിക്കാം. അപ്പോൾ ഇത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്, ഇത് ഫിക്സ്ഡ് ആണ്. ഇത് ഒരു രീതി അല്ലേ, അതവിടെ ഉണ്ട്, അതൊരു രീതിയാണ്. ഇനി ബാക്കി നമുക്കറിയാം എത്ര മത്സരമുണ്ട് അല്ലെ എത്ര ഗെയിം ഉണ്ട്, 5 ഗെയിം ഉണ്ട്. ഈ 5 ഗെയിമിൽ എത്ര എണ്ണം എ ജയിക്കണം, 4 എണ്ണം ജയിക്കണം. അപ്പോൾ 5 എണ്ണത്തിൽ 4 എണ്ണം ജയിക്കാനുള്ള വേ എന്ന് പറയുന്നത് നമുക്കറിയാം അത് 5C4 ആണ്. ആ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 5C4 ആണ്. 5C4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 5C1 തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്, ദാറ്റ് ഈസ് 5. അങ്ങനെയാണ്. ഇനി അടുത്തത് എന്തായിരിക്കും, അടുത്തത് എന്ത് ചെയ്യാം, ബിക്ക് 2 മത്സരങ്ങൾ ജയിക്കുക, 2 ഗെയിംസ് ജയിക്കുക. അപ്പോൾ ഈ പറയുന്ന നമ്പർ ഓഫ് ഈ പറയുന്ന മാച്ചസ് എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും, 7 എണ്ണമായിട്ട് മാറും. എന്നാലും ലാസ്റ്റ് മാച്ച് ആരെ ജയിക്കത്തുള്ളൂ, എ ജയിക്കത്തുള്ളൂ. അപ്പോൾ അതൊരു വേ ആണ്, അതെപ്പോഴും ഉണ്ട്. കാരണം ഇവിടെ നമ്മൾ ഇത് കൂട്ടിയിട്ടുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇതൊന്നും നമ്മൾ ഇപ്പോൾ കോമ്പിനേഷൻ കാണുമ്പോൾ ഇൻറ്റു ആണ്. അപ്പോൾ ഇത് ഓൾറെഡി ഒരു വേ ആണ്. ഇതിപ്പോൾ ഈ 5×1 ചെയ്താലും 5 തന്നെ വരത്തുള്ളൂ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അത് എഴുതാത്തത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് പോകണം. അപ്പോൾ ഇങ്ങനെ എവിടം വരെ ചെയ്യണം, അതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കറിയാം മാക്സിമം ബിക്ക് എത്ര ഗെയിമേ ജയിക്കാൻ പറ്റുള്ളൂ, 4 ഗെയിമേ ജയിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം ടോട്ടൽ മാക്സിമം എത്ര ഗെയിം വരും, 9 ഗെയിംസേ മാക്സിമം വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ പറയുന്ന പോലെ 9 ഗെയിംസ് എഴുതുന്നതിന് പകരം നമുക്കറിയാം മൊത്തം എത്ര ഗെയിംസ്. അപ്പോൾ നമ്മൾ നോക്കി നമ്പർ ഓഫ് ഫേസ് കാണാൻ പറഞ്ഞാൽ മാക്സിമം എത്ര ഗെയിംസ് കളിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം 9 ആണ് അല്ലേ, 9 ഗെയിംസ്. അപ്പോൾ ആ 9 എണ്ണത്തിൽ എത്ര എണ്ണം ജയിക്കണം, 5 എണ്ണം ജയിക്കണം. അപ്പം നമുക്കറിയാം 9C5 ആണ്, നേരിട്ടങ്ങ് ചെയ്യാം അല്ലേ. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, 9C5 എന്നങ്ങ് എടുത്താൽ മതി. അപ്പം 9C5 എന്ന് ഓൾസോ ഈക്വൽ ടു 9C4 ആണ്. 9C4 എന്ന് പറഞ്ഞാൽ എന്താണ്, 9 × 8 × 7 × 6 ഡിവൈഡഡ് ബൈ 1 × 2 × 3 × 4 ആണ്. അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് 21 × 6 എന്ന് കിട്ടും. സോ ആൻസർ എത്ര നമുക്ക് കിട്ടും, നമുക്ക് കിട്ടും 126 അല്ലേ. 126 വേസിൽ എക്ക് ഈ മത്സരം അല്ലെങ്കിൽ ഈ സീരീസ് ജയിക്കാനായിട്ട് സാധിക്കും.